സംസ്ഥാനത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച LDF. കേന്ദ്ര സഹമന്ത്രി കൂടിയായ സ്ഥാനാർത്ഥി പെരുമാറ്റച്ചട്ടം തുടർച്ചയായി ലംഘിക്കുന്നുവെന്നാണ് പരാതി. രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ച സ്വീകാര്യതയിൽ LDFന് അസ്വസ്ഥതയാണെന്ന് BJP തിരിച്ചടിച്ചു. NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് LDFന്റെ ആരോപണം. പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്നതും നിവേദനങ്ങൾ സ്വീകരിക്കുന്നതും പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് LDF തിരുവനന്തപുരം ജില്ലാ ചെയർമാൻ M. വിജയകുമാർ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമലംഘനമാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ എന്ന പേരിലല്ല, യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല, സ്ഥാനാർത്ഥിയാണെങ്കിൽ അദ്ദേഹം മിനിസ്റ്റർ അല്ല. സ്ഥാനാർത്ഥി അല്ലാത്തവർക്കും മിനിസ്റ്റർ എന്ന് പറയാം, അദ്ദേഹത്തിന് മിനിസ്റ്റർ എന്ന് പറയാനേ പറ്റില്ല, പറഞ്ഞുകൂടാ. അദ്ദേഹം മിനിസ്റ്റർ അല്ല, അദ്ദേഹം ഒരു സാധാരണ പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടങ്ങളെല്ലാം നഗ്നമായി ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശത്തെ എതിർക്കുമെന്നും LDF വ്യക്തമാക്കി. അനാവശ്യ കാര്യങ്ങളിൽ മറുപടി പറഞ്ഞ് സമയം കളയാനില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയമായും ആശയപരമായും മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങളെ എതിർക്കാൻ കഴിയാത്തതിനാലാണ് LDF ഗിമ്മിക്കുകളിലേക്ക് കടക്കുന്നതെന്ന് BJP. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആ സ്ലോഗൻസ്, തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് പറയുന്ന കാര്യങ്ങൾ എതിർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളിലേക്ക് LDF മാറുന്നത്. കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പായി കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത്, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത് ശീലിച്ചു പോയ LDF പ്രവർത്തകരാണുള്ളത്. അവർക്ക് അരിവാളിൽ തന്നെയാണ് ഇത്തവണ വോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാനാണ് ബഹുമാനപ്പെട്ട LDFന്റെ നേതാക്കന്മാർ, അവരുടെ കൺവീനർമാരും ചെയർമാൻമാരും ഒക്കെ ശ്രമിക്കേണ്ടതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവാദങ്ങളിൽ നിന്നൊഴിഞ്ഞ് മണ്ഡലം ബൂത്ത് തല കൺവെൻഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു UDF സ്ഥാനാർത്ഥി ശശി തരൂർ. 24 തിരുവനന്തപുരം.